റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, ഫാമിലി തെറാപ്പി ഇന്നേ കാലത്ത് വളരെ 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 അത്യാവശ്യമാണ്. നേരത്തെയുള്ള കാലങ്ങളിൽ പുരുഷന്മാർ ജോലിക്ക് പോവുകയും സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി, പാചക കലയിൽ വിദഗ്ധരൊക്കെയായി അവർക്ക് അവരുടേതായ ചെറിയ പൈങ്കിളി കഥകളൊക്കെ വായിച്ച് വൈകുന്നേരം പുറത്തേക്ക് ഒന്ന് കറങ്ങി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു കംഫേർട്ട് ലൈഫ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇന്നേ കാലത്ത് ഈ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, കൂട്ട് കുടുംബ വ്യവസ്ഥിതി അന്യമായി കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്നേ ചെറുപ്പക്കാർക്ക് ഇഷ്ടവുമല്ല. ചെറുപ്പക്കാരികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. കാരണങ്ങൾ വാസ്തവമാണ്. അപ്പോൾ ഇന്ന് ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽറ്റി. കാരണം പെൺകുട്ടി ആണെങ്കിലും ഇന്ന് അറ്റ്മോസ്ഫിയറിക് സയൻസിൽ MPhil, PhDs തുടങ്ങി വലിയ വലിയ BArc അല്ലെങ്കിൽ അതുപോലത്തെ വലിയ ഡിഗ്രീസുകളും എക്സ്പോഷേഴ്സ് സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച് ജീവിതത്തിൻ്റെ യാത്ര അനുഭവിച്ച് എല്ലാം ഒരുപാടും കണ്ട് വളരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇരുവർക്കും അവരുടേതായ സ്വാതന്ത്ര്യവും സ്വതന്ത്രതയും ഉള്ള കാലഘട്ടത്തിലാണ് ഇന്ന് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരുമിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. കോംപ്ലക്സ് ആണ് ഇന്ന്, വളരെ സങ്കീർണമാണ് ഇന്ന് വൈവാഹിക ജീവിതം. ഒത്തിരി കോംപ്രമൈസ്, ഒരുപാട് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ, സെറ്റിൽമെൻറ്റ്സ് വേണ്ടുന്നതാണ് എക്കാലവും ദാമ്പത്യ ജീവിതം. എന്നാൽ ഇന്ന് കുറേയേറെ ദുഷ്കരവും പ്രയാസമേറിയതും ചില സ്ഥലങ്ങളിൽ വളരെ അപകടം ഉള്ളതുമായിട്ടുള്ള, വളരെ അഗ്രസീവായിട്ട്, വളരെയധികം വയലൻസ്, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളുടെ ഇടയിലാണെങ്കിലും ഒത്തിരി ദുശ്ശീലങ്ങളും കാഴ്ചപ്പാട്, മനോഭാവം, അവർക്ക് അവരുടേതായ സാമ്പത്തിക സ്വാതന്ത്ര്യം, അവർക്ക് ഒത്തിരി ബോയ് ഫ്രണ്ട്സ്, തിരിച്ച് ഗേൾ ഫ്രണ്ട്സ്, ഇന്ന് മൊബൈൽ ഫോണിൻ്റെ ഇൻഫ്ലുവൻസ്, സോഷ്യൽ മീഡിയ, അങ്ങനെ ഒരുപാട് ഇന്ന് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. സിമ്പിളല്ല ഇന്ന് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നത്, സിമ്പിളല്ല. അപ്പോൾ രണ്ട് പേരും രണ്ട് പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്ന് വന്നിട്ടുള്ളവരല്ലേ, എക്കാലവും അങ്ങനെയാണല്ലോ. പക്ഷെ അന്നേ കാലത്ത് പെൺകുട്ടികൾക്ക് അവരുടേതായ ചില, നീ പെൺകുട്ടിയാണ്, നീ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണ് എന്നുള്ള രീതിക്ക് വളർത്തി വന്നിരുന്ന സാഹചര്യമൊക്കെ എന്നോ പോയി. ഇന്ന് ടോട്ടൽ ഫ്രീഡം, ഇക്വാളിറ്റിയാണ്. അപ്പോൾ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് ഇന്നേ കാലത്തെ സാഹചര്യം അനുസരിച്ച് അത് വാസ്തവികതയും ആണ്. അപ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ പെൺകുട്ടി ആയിട്ട് അങ്ങനെ ഒരു ചിന്ത ഇല്ല. കാലത്തിൻ്റെ മാറ്റമാണ്, അതങ്ങനെ വരത്തുള്ളൂ. അത് സാഹചര്യം, ഇന്നത്തെ കലികാലം. തീർച്ചയായിട്ടും നമുക്ക് ആരെ ഒന്നും കുറ്റപ്പെടുത്തിയോ വിമർശിച്ചിട്ടോ അർത്ഥമില്ല. ഇന്ന് ധാരാളം പെൺകുട്ടികൾ സ്ത്രീകളുടെ ഇടയിൽ മദ്യപാനം, പുകവലി. കാരണം ഞാൻ 22 വർഷമായി ഈ മാനവ സേവന രംഗത്ത് വന്നിട്ട്. കൊറോണ വന്നതിന് ശേഷം അടുത്തിടെ കഴിഞ്ഞ പ്രത്യേകിച്ച് 2 വർഷമായിട്ട് കാണുന്ന വളരെ തീവ്രമായിട്ടുള്ള വിഷയങ്ങളാണ്. ഒത്തിരി അങ്ങ് അഗ്രഷൻസാണ് കുടുംബജീവിതത്തിൽ. എന്തായാലും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നമ്മൾ റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ഉണ്ട്. ഞാൻ ഓൺലൈൻ ചെയ്യില്ല, എനിക്ക് ആ സൈസുള്ള കാര്യങ്ങളില്ല, ഞാൻ ചെയ്യത്തില്ല. കാരണം ശാസ്ത്രീയമായിട്ട് ഒരു കോഴ്സ്, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കോഴ്സ്, ഇതൊന്നും വിജയിക്കുന്നൊന്നുമല്ല. ഒരു ഹോംവർക്ക്, വർക്ക്ഷീറ്റ്, ഇങ്ങനെ ഒരുപാട് ഇന്ന് കൊറോണ വന്നതിന് ശേഷം യാതൊരു ആധികാരികതയില്ലാത്ത, ചുമ്മാ പൈസ അടയ്ക്കുക, മുഖാമുഖം കാണുന്ന പോലുമില്ല. അതുകൊണ്ട് ഓരോ വ്യക്തികളും ജനിച്ചു വളർന്ന സാഹചര്യം വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ വ്യക്തിത്വം അതിനനുസരിച്ചാണ് മാറ്റുറയ്ക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഒന്നിക്കുന്നവരും, അല്ലാതെ ഇന്ന് ഒത്തിരി പ്രീ മാരിറ്റൽ അഫയേഴ്സും
ശാരീരിക അനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരാണ്, പഴയ കാലമല്ല. അതുകൊണ്ട് ഒത്തിരി കോംപ്ലക്സിറ്റീസ് ഉണ്ട്, സങ്കീർണതകളുണ്ട് ഫാമിലി തെറാപ്പിക്ക്. പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ഉണ്ട്. ഏതാനും സിറ്റിങ്സുകൾ നിങ്ങൾ വരികയാണെങ്കിൽ ഒരുപാട് ഗുണം. കാരണം ഇതിനകത്ത് ഒത്തിരി ടിപ്സും ട്രിക്സും ടെക്നിക്സും മോഡാലിറ്റി സിസ്റ്റംസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ സ്വകാര്യ വ്യക്തിത്വത്തിൽ മാറ്റം വന്നെങ്കിൽ മാത്രമേ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരമുള്ള ബന്ധത്തിന് ഗുണം ചെയ്യത്തുള്ളൂ. അതിന് നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ഓൺലൈൻ കോഴ്സ് ഇങ്ങനെ ഒരുപാട് കാണുന്നു. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രവണതയാണ്, അതിപ്രസരമായിപ്പോയി. എന്ത് ഗുണം ആർക്ക് പിന്നെ കിട്ടിയെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഇവിടെ ഞാൻ ചെയ്യില്ല, ഞാൻ കൊറോണ സമയത്ത് പോലും ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ കൗൺസിലിംഗ് ചെയ്യത്തില്ല. ഞാൻ ട്രഡീഷണലായിട്ട്, കാരണം സയൻറ്റിഫിക്കായിട്ട് നേരിട്ട് മുഖാമുഖം കണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് കാര്യങ്ങളോട് കടന്നു പോകാനുണ്ട്. നേരിട്ട് വരികയാണെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ നമ്മുടെ മുഖത്തലയിലുണ്ട്. റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് സക്സസ്ഫുൾ ആക്കാം. വരിക, വെൽക്കം, ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഭാര്യ ഭർത്താവിന് ചെറുപ്പമോ മധ്യവയസ്കരോ എത്ര വയസ്സോ പ്രായമോ അടുത്തിടെ വിവാഹം കഴിഞ്ഞതോ ഒത്തിരി വർഷങ്ങളായതോ എന്തോ ആയിക്കോട്ടെ, നേരിട്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഇവിടെ ഒരു മരുന്നുമില്ല, ഒരു ഔഷധമില്ല, 100% സുരക്ഷിതമാണ്, ഔഷധരഹിതമല്ല. വരിക, നേരിട്ട് വന്നാൽ നോക്കാം, നേരിട്ട് വന്നാലേ വിജയിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ള മുഖാമുഖം കാണാത്ത വിദൂരതയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വിജയിക്കില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. എന്തായാലും പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ വിജയകരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ഉണ്ട്. എന്നെ വിളിക്കാം, വരാം. 9605743596 ഇതാണ് എൻ്റെ നമ്പർ. നിങ്ങൾക്ക് എന്നെ വിളിക്കാം, വരാം. മുഖത്തലയിലാണ് പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ. വെൽക്കം.